ഷാസ്, നീ എന്ത് പണിയാ ഇപ്പൊ കാണിച്ചതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ശിവ ദേഷ്യത്തോടെ ഷാസിനെ നോക്കി. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അവളുടെ അന്നത്തെ ഒലക്കമല ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാ ഞാൻ പ്രണയം നടിച്ച് ഇങ്ങനെ അവളെ ആറ്റിറ്റ്യൂഡിന് മേൽ വിള്ളൽ വീപ്പിച്ചത്. ഹും, ഇന്ന് അവിടെ ആ സസ്യായ മോന്തോർത്തിട്ട് തന്നെ എനിക്ക് ചിരി വരുന്നു. ഷാ ഒരു വിജയചിരിയോടെ പറഞ്ഞത് കേൾക്കെ അവർക്കെല്ലാം ദേഷ്യം വന്നിരുന്നു. നീ എന്താ ഷാസ് ഇങ്ങനെ? ഒരാളുടെ ഫീലിങ്സ് വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല. നിനക്ക് അവളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തണം എന്ന് ഉണ്ടായിരുന്നേ വേറെ എന്തേലും ചെയ്യാമായിരുന്നു. ഇതൊരുമാതിരി നീ അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചു ഷാസ്. അല്ലെങ്കിൽ അവളുടെ ബ്രദറിന്റെ മരണം അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് റീനു പറഞ്ഞത് നീ മറന്നോ? അവൾക്ക് വേദനിച്ച എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ആവശ്യം അവളെക്കൊണ്ട് എന്നെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഐറ എന്ന സബ്ജക്റ്റ് ക്ലോസ് ചെയ്തേക്ക്. കൊള്ളാം ഷാസിക്ക. അവളെയും നിങ്ങളെയും സെറ്റാക്കുന്നതിൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞിട്ടാ അവൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത് പോലും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമുള്ളത് എന്ന് കരുതിയിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. എന്തായാലും എൻ്റെ ഐറ നിങ്ങളെ വേദനിപ്പിച്ച് ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എത്രയ്ക്ക് ക്രൂരനാണെന്ന് ഞാൻ ഓർത്തില്ല. എൻ്റെ ഐറനെ വേദനിപ്പിച്ചതിന് പഠിച്ചോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ശിക്ഷ തരുന്നിരിക്കും. അങ്ങോട്ട് വന്ന് റിനു അത്രയും പറഞ്ഞ് അവിടുന്ന് പോയതും പിറകെ ദേഷ്യത്തോടെ ശിവയും പോയി. ശ്വാസം ഒന്നും മിണ്ടാൻ നിന്നില്ല. അവനതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞു ക്ലാസ്സിലേക്ക് പോയി. രാത്രി വീട്ടിലെത്തിയ ഷാസിനോട് ഐറമോൾ എവിടെ എന്ന് മമ്മയുടെ ചോദ്യം ഉയർന്നു വന്നതും അവൻ അവരെ നോക്കി. അവൾ ഇങ്ങോട്ട് വന്നില്ലേ? പിന്നെ എങ്ങോട്ട് പോയി കാണും? അവൻ്റെ മനസ്സ് അവനോട് തന്നെ അവൾ എവിടെയെന്ന് ചോദിച്ചു കൊണ്ടിരുന്നു. അവൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആസാം മാളിലേക്ക് ചെന്ന് ഐറയെ അന്വേഷിച്ചെങ്കിലും ഇന്ന് അവൾ അങ്ങോട്ട് ചെന്നില്ലെന്ന് പറഞ്ഞത് കേൾക്കെ അവൻ അവളുടെ ഹോസ്റ്റൽ വാർഡനെ ചെന്ന് കണ്ടു. അവിടെയും ഐറ ഇല്ലെന്ന് കാണെ അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. എവിടെയായിരിക്കും അവൾ? താൻ ഇന്ന് പറഞ്ഞത് അവളെ വല്ലാതെ വേദനിപ്പിച്ച് കാണുമോ? ഷാസാകെ അസ്വസ്ഥനായി. ഐറ നാട്ടിലേക്ക് പോയി എന്ന് വീട്ടുകാരോട് അവൻ കള്ളം പറഞ്ഞു. എങ്കിലും അവളെ ഓർത്തു അവനിൽ വല്ലാത്ത ഒരു ആവലാതി ഉണ്ടായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഐറനെ കാണാത്തത് ഷാസിൽ വല്ലാതെ വേദന നിറച്ചു. അവൾ എവിടെ പോയതാവും എന്നറിയാതെ അവനിൽ ടെൻഷൻ നിറഞ്ഞു. ആരോടും അവളെക്കുറിച്ച് ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഷാസ്. ശരിക്കു പറഞ്ഞാൽ ഇത്രയും ദിവസം ഐറയോട് പ്രണയം നടിച്ചതിലൂടെ യഥാർത്ഥമായി തന്നെ അവളെ പ്രണയിച്ചു എന്നവൻ മനസ്സിലാക്കി. അവളെ കാണാതെ അവൻ വല്ലാതെ വിയർപ്പുമുട്ടി. റിനുവും ഫ്രണ്ട്സും അർഷിയും ഇപ്പം ഷാസിനോട് മിണ്ടാറില്ല. ഷാസിൻ്റെ ഫ്രണ്ട്സ് അവനോട് മിണ്ടുമെങ്കിലും അന്ന് ഐറയോട് അവൻ ചെയ്തത് തെറ്റാണെന്ന് അവർ വാദിച്ചു. എന്നാൽ അതൊന്നും ഷാസ് ചെവി കൊണ്ടില്ല. അവൻ്റെ മനസ്സ് നിറയെ ഐറയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരത്തെ ബ്രേക്കിന് ക്യാൻറ്റീനിലിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് നടന്നു വരുന്ന ഐറനെ ഷാസിൻ്റെ കണ്ണിൽപ്പെട്ടത്. ഹേയ് ഐറ! ഐറയെ കാണെ ചായ കുടിച്ചുകൊണ്ടിരുന്ന റിനു ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എടി മൂദേവി, എന്നെ കൂട്ടാതെ നീ നാട്ടിൽ പോയല്ലേ? ഒക്കെ പോരാഞ്ഞ് ഞാനില്ലാതെ നീയും ഉമ്മച്ചിയും ഉപ്പച്ചിയും അവിടുന്ന് അടിച്ചു പൊളിച്ചല്ലേ കിളവിയെ? നോക്കിക്കോ, നിങ്ങളോട് റിനു തെറ്റി. റിനു ഐറയിൽ നിന്ന് അകന്നു നിന്ന് പറഞ്ഞത് കേൾക്കെ ഐറ ബാഗിൽ നിന്നൊരു പൊതിയെടുത്തു. നീ തെറ്റിയ സ്ഥിതിക്ക് ഉമ്മച്ചിയുടെ ഇറച്ചിക്കേക്കൊക്കെ ഞാനിപ്പോൾ ആർക്ക് കൊടുക്കും? നിനക്കല്ലേ ഫുഡിനോട് ആർത്തി? നീ കഴിച്ചോടിയത്. ചിരിയോടെ കയ്യിലെ പൊതി ആനിനെ കൊടുക്കുന്ന ഐറയുടെ കയ്യിൽ നിന്ന് പൊതി പിടിച്ചു വാങ്ങിയവൾ പൊതി തുറന്ന് എല്ലാവരും കൂടി വായ്ക്ക് കൂടി കഴിക്കുന്നത് ഐറയും അവരെ നോക്കി നിൽക്കുന്ന ഐറയെ ഷാസും നോക്കി നിന്നു. നീ എവിടെ ആയിരുന്നടി ഇത്രയും ദിവസം? അപ്പു ഐറയെ നോക്കി. വീട്ടിൽ പോയതാ. ഞാൻ കരുതി ഷാസിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സങ്കടമായിട്ട് പോയതാ എന്ന്. അങ്ങനെയൊന്നുമില്ല. എനിക്കെന്തോ മമ്മനെയും പപ്പനെയും കാണാനും എൻ്റെ വീട്ടിൽ 2 ദിവസം ചെന്ന് നിൽക്കാനും ആഗ്രഹം തോന്നി. മിസിരി പറഞ്ഞതിന് പുഞ്ചിരിയോടെ മറുപടി കൊടുത്തവളുടെ മുന്നിലേക്ക് വന്ന് നിന്ന പാച്ചുവിനെയും കെവിയെയും ഐറ നെറ്റിച്ചുളിച്ചു നോക്കി. ഐറ പറഞ്ഞത് കേൾക്ക് റിനു ഒന്ന് നിശ്വസിച്ചു. പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചോട്ടിൽ കിടക്കുന്ന മമ്മനെയും പപ്പനെയും കണ്ടു സങ്കടം പറയാൻ പോയതാണ് ഐറ. അവളെ ഷാസിക അത്രമേൽ വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് അവൾ നാട്ടിലേക്ക് പോയത്. നീ എന്താടി ഞങ്ങളിവിടെ ഇരുന്നിട്ട് ഞങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്തത്? പാച്ചു ഐറയെ നോക്കി പുരികമുയർത്തി. കെവിയും അവളെ തന്നെ നോക്കി. നിങ്ങൾ കാണിച്ച ഫ്രണ്ട്ഷിപ്പ് അഭിനയമാണോന്നറിയില്ല, അതുകൊണ്ടാ. ഐറ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചു. റിയലി ഷാസ് അങ്ങനെ നിന്നോട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അഭിനയമൊന്നുമല്ല. ഇന്നും ഞങ്ങളുടെ അനിയത്തിക്കുട്ടി തന്നെയാണ് നീ. അതും പറഞ്ഞ് അങ്ങോട്ട് വന്ന ഐറയെ ചേർത്ത് പിടിച്ച ശിവയുടെ കണ്ണുകൾ അപ്പുവിലേക്ക് തറഞ്ഞതും അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. ഐറ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ എന്നാ പോട്ടെ, മൺഡേ മുതൽ ക്ലാസ്സിൽ വന്ന് തുടങ്ങാം. ഐറ അതും പറഞ്ഞവിടുന്ന് പോയത് ഷാസ് നോക്കി നിന്നു.
ഇനി മേലിൽ ഷാസിഖാൻ്റെ നീയൽ പോലും എൻ്റെ ഐറൻ്റെ അടുത്ത് പോലും ഉണ്ടാവാൻ പാടില്ല. അവളെ വേദനിപ്പിക്കാൻ നിങ്ങൾ ഇനിയും ശ്രമിച്ച റിനു ഇങ്ങനെ ആയിരിക്കില്ല നിങ്ങളോട് പെരുമാറുക. ഷാസിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് റിനു ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് അവിടുന്ന് പോയി. ഷാസ് ഐറനെ അത്രമേൽ വേദനിപ്പിച്ചത് സഹിക്കവയ്യാതെയാണ് ഐറ തൻ്റെ വീട്ടിലേക്ക് പോയത്. തൻ്റെ മാതാപിതാക്കളുടെ ഖബർസ്ഥാനിൽ ചെന്ന് നിന്ന് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു തൻ്റെ സങ്കടം തീർത്തത്. ഒപ്പം റിനുവിൻ്റെ പാരൻസിൻ്റെ കൂടെ നിന്നതും ഐറയെ അവർ ഒത്തിരി സന്തോഷിപ്പിച്ചിരുന്നു. എല്ലാം കൊണ്ടും മനസ്സൊന്ന് ശാന്തമായതും ഐറ നാട്ടിലേക്ക് തിരിച്ചതായിരുന്നു. NB, പെൺകുട്ടികൾക്ക് ഖബർസ്ഥാനിൽ പോകാൻ പറ്റുമോ എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നു. ഇത് സ്റ്റോറിയാണ്, സോ ഇതിൽ ഖബർസ്ഥാനിലൊക്കെ പോവാം. ശനിയാഴ്ച രാവിലെ തന്നെ ആസാമാളിൽ ചെന്ന് ഇത്രയും ദിവസം ലീവായതിന് സോറിയും പറഞ്ഞവൾ ജോലിക്ക് കയറി. സൺഡേ രാവിലെ മുതലേ ഐറയുടെ മനസ്സ് അസ്വസ്ഥമാണ്. മനസ്സ് പലയിടത്തേക്കും സഞ്ചരിക്കുന്നു. കണ്ണുകൾ ഈറനണിയുന്നു. എന്താ തനിക്ക് സംഭവിക്കുന്നത് എന്ന് ഐറക്ക് മനസ്സിലാവുന്നില്ല. അവളൊന്ന് ദീർഘമായി നിശ്വസിച്ച് ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് റിനുവിൻ്റെ കോള് അവളെ തേടിയെത്തിയത്. ഹലോ റിനു, പറയടി. ഇന്ന് കോളേജിലേക്ക് നീ വരുന്നില്ലേ? ഇന്ന് ഞായറാഴ്ച അല്ലേടി. ഇന്ന് ഏത് കോളേജിലാണ് ക്ലാസ് ഉള്ളത്? ക്ലാസ് ഒന്നുമില്ല, സ്റ്റാറ്റ്യൂ ഇന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. റിനു പറഞ്ഞത് കേൾക്കെ ഐറയൊന്ന് അമർത്തി മൂളി. നീ വരില്ലേ? വന്നിട്ടോ. എടി വാടി, സ്റ്റാറ്റ്യൂ ഉദ്ഘാടനം നടത്തുമ്പോൾ നമുക്ക് സ്നാപ്പൊക്കെ ഇട്ട് സെറ്റാക്കാം. ആരാ ഉദ്ഘാടനം ചെയ്യുന്നത്? വേറെ ആര്? അതിന് യോഗ്യൻ ഷാസിഖാണ്. അതുകൊണ്ട് അവൻ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് പ്രിൻസി പറഞ്ഞു. എന്തായാലും നീ വാട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ നീ അവിടെ ഉണ്ടാവണം. റിനു പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊടുത്തവൾ അഞ്ജലി ചേച്ചിയെ വിളിച്ചു ഇന്ന് ലീവാണെന്ന് പറഞ്ഞു നേരെ കോളേജിലേക്ക് വിട്ടു. ഗ്രൗണ്ടിൽ ഓരോ മുക്കിലും മൂലയിലും ഓരോരുത്തർ ഇരിക്കുന്നത് കണ്ട ഐറ ഓഫീസ് റൂമിന് മുന്നിലേക്ക് നടന്നു. സ്റ്റാറ്റ്യൂ എങ്ങനെയുണ്ട് എന്ന് കാണാൻ ചെന്ന ഐറയുടെ കാലുകൾ കുഴയും പോലെ അവൾക്ക് തോന്നി. തൻ്റെ മുന്നിൽ സ്റ്റാറ്റ്യൂ നിലംപതിച്ച് പൊട്ടിച്ചിതറി കിടക്കുന്നു. ഐറ നിലത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഷാസ് മുന്നോട്ട് ഓടി വന്ന് ഐറയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഒരു നിമിഷം ഐറ സ്തംഭിച്ചുപോയി. പതിയെ കൈ ഉയർത്തിയവൾ കവിളിൽ കൈവച്ച് നിറഞ്ഞ മീകളോടെ ഷാസിനെ നോക്കി. എന്നോട് വല്ല ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർക്കണം. അല്ലാതെ ഞാൻ ലക്ഷങ്ങളോളം മുടക്കി പണി കഴിപ്പിച്ച ഈ സ്റ്റാറ്റ്യൂവിലല്ല എന്നോടുള്ള ദേഷ്യം തീർക്കേണ്ടിയിരുന്നത്. നീ കാരണം ഇന്ന് എത്ര ആളുകളുടെ ആഗ്രഹമാണ് ഇല്ലാതായത് എന്നറിയോ നിനക്ക്? എൻ്റെ എത്ര പണമാണ് നഷ്ടത്തിലായത് എന്നറിയോ? നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് നീ ചെയ്തതല്ലേ ഇത്? അസ്കർ സാറിനോട് ഇങ്ങനെ പ്രവർത്തിച്ച് നീ ഇനി ഒരു നിമിഷം പോലും ഈ കോളേജിൽ നിൽക്കാൻ പാടില്ല. പൊക്കോ ഇവിടുന്ന്. TCയോ എന്താന്ന് വെച്ചാൽ വാങ്ങിയിട്ട് ഇപ്പോൾ ഇവിടുന്ന് പൊക്കോണം നീ. നിന്നെ വെറുത്തുപോയി ഞാൻ അത്രയും ആഗ്രഹിച്ച എൻ്റെ അസ്കർ പപ്പയുടെ സ്റ്റാറ്റ്യൂ ആണ് നീ നശിപ്പിച്ചത്. ഇതിന് നിനക്ക് മാപ്പില്ല ഐറ. ഷാസിൻ്റെ കണ്ണുകൾ നിറയുന്നതോടൊപ്പം അവൻ്റെ കണ്ണുകളിൽ ഐറയോടുള്ള ദേഷ്യം ആളിക്കത്തി. ഐറക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണ് ഷാസി പറയുന്നത്? ഈ സ്റ്റാറ്റ്യൂ കഴിഞ്ഞ ദിവസം ഇവിടെ സ്ഥാപിച്ചു എന്ന് പോലും ഐറ അറിഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ ഇത് തകർത്തു എന്ന് മനസ്സിലാവാതെ ഐറ ഷാസിനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ അതിർവരമ്പുകൾ കടന്നു കവളിനെ ചുംബിച്ച് ചാരിട്ടൊഴുകിക്കൊണ്ടിരുന്നു. നിന്നെ വെറുത്തുപോയി ഞാൻ. ഷാസ് പറഞ്ഞതിൽ ഐറയെ ഏറ്റവും മുറിപ്പെടുത്തിയ വാക്ക് ഇതാണ്. അവളുടെ ചെവിയിലേക്ക് വീണ്ടും വീണ്ടും ഈ വാക്കുകൾ തുളച്ചു കയറി. അതം ഞാനല്ല ഇത് ചെയ്തത്. ഐറ നിറമീകളോടെ ഷാസിനെ നോക്കി. സ്റ്റുഡൻസ് എല്ലാം ഐറ വന്നതോടുകൂടി അവർക്ക് ചുറ്റും കൂടി നിന്നിരുന്നു. പിന്നെ ഇതെന്താടി? ഷാസ് തനിക്ക് നേരെ ഉയർത്തിയ പേപ്പർ കാണെ ഐറ അതിലേക്ക് ഉറ്റുനോക്കി. ഐറയെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കേണ്ടാത്തം. നീ എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിൻ്റെ ശിക്ഷയാണ് നീ കാണുന്നത്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ സ്റ്റാറ്റ്യൂ വേണ്ട എന്ന്. അതനുസരിക്കാത്തത് കൊണ്ടും എൻ്റെ ഹൃദയം നീ വേദനിപ്പിച്ചത് കൊണ്ടും ഞാനിത് തകർക്കുന്നു എന്ന് നിന്നെ സ്നേഹിച്ചു തകർന്ന ഹൃദയവുമായി ഐറ. ആ പേപ്പറിലെ എഴുത്തു വായിക്കെ ഐറയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ആരായിരിക്കും ഇതിന് പിന്നിൽ? ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് അവസാനം എന്തിനാ അവർ എൻ്റെ പേരിലേക്ക് ഇതാക്കി വെച്ചത്? ഐറക്കാകെ ഭട്ട് പിടിക്കുന്ന പോലെ തോന്നി. ഐറ, നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോവാൻ. നിന്നെ കാണുമ്പോൾ എവിടുന്നാണ് എനിക്ക് ദേഷ്യം ഇരച്ചു കയറി വരുന്നതെന്ന് എനിക്കറിയില്ല. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്കിപ്പോൾ. ലക്ഷങ്ങളാണ് നീ തകർത്തു തന്നത്. ഈ കടം നിനക്ക് വീട്ടാൻ പറ്റുമോ? ഞാൻ ഈ സ്റ്റാറ്റ്യൂക്ക് വേണ്ടി ചിലവഴിച്ച ക്യാഷ് തരാൻ നീ 5 വർഷം പണിക്ക് പോയാൽ പോലും തന്നു വീട്ടാൻ കഴിയില്ല. ഷാസിൽ ഐറയോടുള്ള ദേഷ്യവും അവളോടുള്ള പുച്ഛവും നിറഞ്ഞു നിന്നു. ഇങ്ങനെ വൈകുന്നേരം കുറച്ചു നേരം പണിയെടുക്കുന്നതിന് ഒരു ദിവസം 250 വെച്ചാണ് അവൾക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള അവൾക്ക് 5 അല്ല 10 വർഷം കഴിഞ്ഞാലും തൻ്റെ കടം വീട്ടാൻ കഴിയില്ല. ഷാസ് പറഞ്ഞത് കേൾക്കെ യാതൊന്നും തിരിച്ചു പറയാതെ ഐറ ആ കോളേജ് വിട്ടിറങ്ങി. കുറച്ചു കഴിഞ്ഞതും വീണ്ടും കോളേജിലേക്ക് വന്ന ഐറയെ കാണാൻ എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു. ഐറ? റിനു ഐറക്കടുത്തേക്ക് ഓടി വന്നതും റിനുവിനെ നോക്കാതെ ഐറ ഷാസിന് മുന്നിൽ ചെന്ന് നിന്നു. റിനു വന്നപ്പോൾ മിസിരിയും അപ്പുവുമാണ് ഷാസ് ഐറനോട് ഇന്ന് ദേഷ്യപ്പെട്ടെന്നും
ഐറയാണ് സ്റ്റാറ്റ്യൂ തകർത്തത് എന്ന് ശാസിക പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. എൻ്റെ പേരിലാണ് നിനക്കിപ്പോൾ നഷ്ടം സംഭവിച്ചത് അല്ലേ? ഞാനല്ല ഈ സ്റ്റാറ്റ്യൂ തകർത്തതെന്ന് ഞാനിപ്പോഴും തീർത്ത് പറയുന്നു. പക്ഷേ നിങ്ങളുടെ കണ്ണിൽ ഞാനാണല്ലോ അത് തകർത്തത്. തെളിവിന് ഞാൻ എഴുതിയ പോലെ ഒരു എഴുത്തുണ്ടല്ലോ. എന്നെ നാണം കെടുത്താൻ വേണ്ടി നീ തന്നെ ചെയ്തതാണോ ഇതെന്ന് ഞാൻ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സംശയിക്കുന്നില്ല. പിന്നെ നീ നേരത്തെ പറഞ്ഞല്ലോ 5 വർഷം പണിക്ക് പോയാൽ പോലും സ്റ്റാറ്റ്യൂക്ക് നീ ചിലവഴിച്ച പണം എനിക്ക് തിരികെ നൽകാൻ കഴിയില്ല എന്ന്. ഇന്നാ ഇത് പിടിച്ചോ, 20 lakhs ഉണ്ട്. സ്റ്റാറ്റ്യൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിതോ. ബാക്കി പണം ഉണ്ടെങ്കിൽ ഈ കോളേജിൻ്റെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചോ. എന്തായാലും അന്ന് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ നീ എന്നെ വേദനിപ്പിച്ചതിനേക്കാളേറെ നീ ഇന്ന് എന്നെ വേദനിപ്പിച്ചു ആദം. ശരിക്കും നീ ഈ സോനയെ തോൽപ്പിച്ചു കളഞ്ഞു. അത്രയും പറഞ്ഞു ഷാസിൻ്റെ കയ്യിലേക്ക് പണമുള്ള ബോക്സ് വെച്ചു കൊടുത്തു ആരെയും നോക്കാതെ ഐറ അവിടുന്ന് നടന്നകന്നതും ഷാസ് അവിടെ തറഞ്ഞു നിന്നു. ഐറ! റിനു ഐറയെ വിളിച്ച് അവൾക്ക് പിറകെ ഓടിയെങ്കിലും ഐറ അവളെയൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിരുന്നില്ല. ഷാസ് വേഗം കയ്യിലുള്ള ബോക്സ് അടുത്ത് നിൽക്കുന്ന പ്രിൻസിയെ ഏൽപ്പിച്ച് നേരെ ലൈബ്രറിയിൽ ചെന്നിരുന്നു. അവൻ്റെ മനസ്സാകെ പലയിടത്തേക്കും സഞ്ചരിക്കാൻ തുടങ്ങി. ഐറ പറഞ്ഞ ഓരോ വാക്കും മനസ്സിലേക്ക് കടന്നു വന്നതും ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും ഷാസിൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറി. ശരിക്കും നീ ഈ സോനയെ തോൽപ്പിച്ചു കളഞ്ഞു.